നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക് ഭീമന്മാരിലൊരാളായ TCS ഒരു വമ്പൻ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. $7 ബില്യൺ ഒരു വലിയ കളി. എന്താണ് ശരിക്കും ഈ നീക്കത്തിന് പിന്നിലുള്ളത്? നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. സംഭവം കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ്. TCS, അതായത് നമ്മുടെ ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ഒരു പുതിയ കമ്പനി തുടങ്ങി. അത്രേ ഉള്ളൂ. പക്ഷേ അവിടെയാണ് ട്വിസ്റ്റ്. യഥാർത്ഥ കഥ നമ്മളീ കേട്ടതിനേക്കാൾ 1000 മടങ്ങ് വലുതാണ്. ഈ ചെറിയൊരു തുടക്കത്തിന് പിന്നിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഭീമൻ പദ്ധതി ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോ എന്താണ് ഈ പുതിയ കമ്പനി ഹൈപ്പർവോൾട്ട് AI? എന്താണിത്? നമുക്ക് നോക്കാം. ഇതിന്റെ മുഴുവൻ പേര് ഹൈപ്പർവോൾട്ട് AI ഡാറ്റാ സെന്റർ ലിമിറ്റഡ് എന്നാണ്. ഇത് TCSന്റെ പൂർണ്ണമായും ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയാണ്, ഒരു സബ്സിഡിയറി. അപ്പൊ ഇവരുടെ പണി എന്താണെന്നല്ലേ? AIക്കും അതുപോലെ സോവറിൻ ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള ഡാറ്റാ സെന്ററുകൾ ഉണ്ടാക്കുക. സോവറിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ വിവരങ്ങളൊക്കെ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ തന്നെ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഡാറ്റാ സെന്ററുകൾ. സംഭവം കിട്ടിയില്ലേ? ശരി. അപ്പോൾ ഈ പുതിയ സംരംഭം എങ്ങനെയാണ് തുടങ്ങുന്നത്? നമുക്കതിന്റെ തുടക്കത്തിലെ ചില കണക്കുകൾ നോക്കാം, അല്ലേ? ഈ ഭീമൻ പദ്ധതി തുടങ്ങാൻ അവരാദ്യം മുടക്കിയ തുക എത്രയാണെന്നറിയോ? വെറും 7.5 കോടി രൂപ. ശരിക്കും പറഞ്ഞാൽ ഒരു കടലിലെ ഒരു തുള്ളി വെള്ളം പോലെ. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത് വെറും ഒരു തുടക്കം മാത്രമാണെന്ന്. പിന്നെ ഇതിന്റെ കൺട്രോൾ ആർക്കാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 100% TCSന്റെ കയ്യിലാണ്. അതായത് ഹൈപ്പർവോൾട്ട് എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്നൊക്കെ തീരുമാനിക്കുന്നത് TCS തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആ ചെറിയ തുടക്കത്തിൽ നിന്ന് വലിയ ചിത്രത്തിലേക്ക് വരാം. എന്താണ് ഈ 7.5 കോടിയുടെ പിന്നിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആ $7 ബില്യൺ യഥാർത്ഥ പ്ലാൻ? അപ്പോൾ ശരിക്കും TCSന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? ഈ ചെറിയൊരു തുക വെച്ച് അവരെന്താണ് സ്വപ്നം കാണുന്നത്? 1 ജിഗാവാട്ട്, അതാണ് അവരുടെ ലക്ഷ്യം. ഇന്ത്യയിൽ AI ഡേറ്റാ സെന്ററുകൾക്ക് വേണ്ടി 1 ജിഗാവാട്ട് കപ്പാസിറ്റി ഉണ്ടാക്കുക. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ AIയുടെ ബ്രെയിനിന് പ്രവർത്തിക്കാൻ വേണ്ട പവർ കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇതൊന്നും പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് നടക്കുന്ന കാര്യമല്ല കേട്ടോ. അടുത്തൊരു 5 മുതൽ 7 വർഷം വരെ എടുക്കും ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിപ്പടുക്കാൻ. ഇതൊരു ലോങ് ഗെയിമാണ്, വളരെ തന്ത്രപരമായ ഒരു നീക്കം. ഇനി ഇത് മൊത്തം എത്ര പണം മുടക്കുമെന്നറിയാമോ? ഏകദേശം $7 ബില്യൺ. ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ ഏതാണ്ട് 60,000 കോടി രൂപ. ഓർക്കണം, നമ്മൾ തുടങ്ങിയത് 7.5 കോടിയിൽ നിന്നാണ്. അപ്പോൾ നോക്കൂ എവിടെ പോയി നിൽക്കുന്നു എന്ന്. ശരി, ഇത്രയും ഭീമമായൊരു തുക എന്തിനാണ് മുടക്കുന്നത്? ആർക്കാണിതുകൊണ്ട് ഗുണം? ഇന്ത്യയുടെ AI ഫ്യൂച്ചറിനെ ഇത് എങ്ങനെയാണ് പവർ ചെയ്യാൻ പോകുന്നത്? TCS CEO പറയുന്നത് വെച്ച് നോക്കിയാൽ പലർക്കും ഇത് ഉപകാരപ്പെടും. ഒന്ന്, പൂർണ്ണമായും AI സേവനങ്ങൾ മാത്രം നൽകുന്ന കമ്പനികൾ. പിന്നെ ഡീപ് ടെക് കമ്പനികൾ, അതുപോലെ ഹൈപ്പർ സ്കെയിലറുകൾ. അതായത് നമ്മുടെ ഗൂഗിൾ, ആമസോൺ പോലെയുള്ള വലിയ ക്ലൗഡ് കമ്പനികളിലെ അവർക്ക്. തീർന്നില്ല, നമ്മുടെ ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾക്കും ഇതുപയോഗിക്കാം. അപ്പോൾ ഈ പണം എവിടെ നിന്ന് വരും? അവരുടെ പ്ലാൻ ഇങ്ങനെയാണ്. ഓരോ 150 മെഗാവാട്ട് കപ്പാസിറ്റി കൂട്ടുമ്പോഴും ഏകദേശം $1 ബില്യൺ വീതം ഇൻവെസ്റ്റ് ചെയ്യും. ഈ പണം കണ്ടെത്താൻ അവർക്ക് പല വഴികളുണ്ട്. കുറച്ച് സ്വന്തം കയ്യിൽ നിന്നെടുക്കും, കുറച്ച് ലോൺ എടുക്കും, പിന്നെ മറ്റു പാർട്ട്ണർമാരെയും കൂട്ടും. അപ്പോൾ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്ലാനാണ്. ഈ ഒരു നീക്കത്തോടെ TCS ഇന്ത്യയിലെ AI റേസിലേക്ക് ശരിക്കും അങ്ങ് ഇറങ്ങിച്ചെല്ലുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള AI പ്ലാനുമായി എങ്ങനെയാണ് ചേർന്നു പോകുന്നത്? നമുക്ക് നോക്കാം. ഗവൺമെന്റിന്റെ ഇന്ത്യ AI മിഷൻ എന്നൊരു വലിയ പദ്ധതിയുണ്ട്. അതിന്റെ ഭാഗമായി ഇപ്പോൾ തന്നെ യോട്ട, നെക്സ്റ്റ് ജെൻ പോലെയുള്ള കമ്പനികളുണ്ട്. ഇപ്പോൾ ഇതാ അവരുടെ കൂട്ടത്തിലേക്ക് TCSന്റെ ഹൈപ്പർവോൾട്ടും വരുന്നു. ഇവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ AI സ്റ്റാർട്ടപ്പുകൾക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായ കമ്പ്യൂട്ടിംഗ് പവർ കൊടുക്കുക എന്നതാണ്. അതായത് അതിവേഗത്തിൽ കാര്യങ്ങൾ പ്രോസസ് ചെയ്യാനുള്ള GPU ഇൻഫ്രാസ്ട്രക്ചർ. ഇവരല്ലെങ്കിൽ ഈ AI കമ്പനികൾക്ക് മുന്നോട്ടു പോകാൻ പറ്റില്ല. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ, TCSനെ പോലുള്ള വമ്പന്മാർ ഇത്രയും കോടികൾ മുടക്കി ഈ രംഗത്തേക്ക് വരുമ്പോൾ ഇന്ത്യ ശരിക്കും ഒരു AI വിപ്ലവത്തിന്റെ പടിവാതിൽക്കലാണോ നിൽക്കുന്നത്? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുകൊണ്ട് നമ്മൾ ഇന്നത്തേക്ക് നിർത്തുന്നു.